എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വില്ലുമംഗലം സ്വാമിയാരുടെ ശ്ലോകങ്ങളാണ് നോക്കാനുള്ളത്. രണ്ടാം സർഗത്തിൽ 45 ശ്ലോകങ്ങൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഇന്ന് 46ാമത്തെ ശ്ലോകം നോക്കാം. അതിൽ പാർത്ഥസാരഥിയായിട്ടുള്ള ഭഗവാന്റെ ഒരു മനോഹരമായിട്ടുള്ള ചിത്രം ഇങ്ങനെ അക്ഷരം കൊണ്ട് വരച്ചു വച്ചിരിക്കുകയാണ് വില്ലുമംഗലം. അത് നോക്കാം അല്ലേ. ആതാമ്രപാണികമലപ്രണയപ്രതോദമാലോലഹാരമണികുണ്ടലഹേമസൂത്രം ആവിശ്രമാംബുഗണമംബുദനീലമവ്യാദാദ്യം ധനഞ്ജയരഥാഭരണം മഹോന ചമ്മട്ടി ചെന്നിറം ഇയെന്നൊരു കയ്യിലേന്തി ഹാരങ്ങളും കനകകുണ്ടലമൊത്തു പൊന്നൂൽ തൂവേർപ്പു തുള്ളിവയൊക്കെ അണിഞ്ഞ പാർത്ഥസാരഥ്യമേറ്റ മുകിൽ വർണ്ണനിലാശ്രയം മേൽ. ഇത് വായിക്കുമ്പം നമുക്ക് നമ്മുടെ മഹാഭാരതത്തിൽ ഒരു നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിറമൊടു കെട്ടി കരിമുകിലൊത്ത ചികൂരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും. ഇതിൽ പറഞ്ഞിരിക്കണത് പോലെ ഉള്ള ഒരു ചിത്രമാണ് ഏകദേശം ഈ ഒരു ശ്ലോകത്തിലും വില്ലുമംഗലം പറഞ്ഞിട്ടുള്ളത്. വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞ നാസിക. അത് വായിച്ചിട്ടുള്ളവർക്ക് ഇത് കേൾക്കുമ്പോൾ അതും ഓർമ്മ വരും. ഇത് ചെന്താമരപ്പൂ പോലെ തുടുത്ത കയ്യിൽ ചാട്ടവാറ് ഉണ്ട്, ചമ്മട്ടി ഉണ്ട്. പിന്നെ അങ്ങനെ ചമ്മട്ടി പിടിച്ച് നിൽക്കുന്ന ഒരു രൂപം. അത് നമുക്ക് പാർത്ഥസാരഥിയുടെ ചിത്രങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് വേഗം ആ ചിത്രം മനസ്സിലേക്ക് വരണം. പിന്നെ മുത്തുമാലകളും രത്നകുണ്ടലങ്ങളും പൊന്നൂലുകളും ഒക്കെ ദേഹത്ത് ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള ആഭരണങ്ങളോട് കൂടിയവനും. പിന്നെ വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞു വരുന്നു. വിയർപ്പു തുള്ളി പോലും ആ മുഖകമലത്തിനൊരലങ്കാരമാണ്. അത് മുഖകമലം എന്ന് പറയുമ്പോൾ താമരപ്പൂവിൽ വെള്ളത്തുള്ളി അങ്ങനെ നിൽക്കണ ആ ഒരു ചിത്രം, ആ ഒരു ഇത് ആലോചിച്ച് നോക്കൂ. അപ്പം ഭഗവാന്റെ മുഖത്ത് വിയർപ്പു തുള്ളി ഇങ്ങനെ നിൽക്കുമ്പോൾ താമരപ്പൂവിൽ വെള്ളത്തുള്ളി അങ്ങനെ തിളങ്ങണത് പോലെ ആണ് നമുക്ക് തോന്നുക. പിന്നെ വിയർപ്പു തുള്ളി പൊടിഞ്ഞ മുഖകമലത്തോടു കൂടിയവനും. പിന്നെ മേഘവർണ്ണനാണ്, അത് നമുക്ക് പണ്ടേ അറിയാം അല്ലേ. പിന്നെ അർജുനൻ്റെ രഥത്തിന് ആകപ്പാടെ അർജുനൻ്റെ രഥത്തിന് തന്നെ അലങ്കാരമാണ് എന്നാണ്. അങ്ങനെയെല്ലാം ഇരിക്കുന്ന അർജുനൻ്റെ തേരിനെ അലങ്കരിക്കുന്ന ആ തേജസ് നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ എന്നാണ് വില്ലുമംഗലം ഈ ഒരു ശ്ലോകത്തിൽ പറയണത്. അടുത്തത് ഇതിനേക്കാളും രസമായിട്ടുള്ളൊരു ശ്ലോകമാണ്. എന്താണെന്ന് വെച്ചാൽ അതിൽ ഭഗവാൻ അർജുനൻ്റെ തേരിൽ കിട്ടണ കുതിരകളുണ്ടല്ലോ, ആ കുതിരകളെ കുളിപ്പിക്കുന്ന ഒരു കുതിരക്കാരനായിട്ടാണ് ഭഗവാനെ വില്ലുമംഗലം അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ശ്ലോകം നോക്കാം. ഇപ്പം ഇവിടെ ഈ ആദ്യം ചൊല്ലിയ ശ്ലോകം വസന്തതിലകം വൃത്തത്തിലാണ്. ഇനി ചൊല്ലാനുള്ള മൂലശ്ലോകം മാലിനി വൃത്തമാണ്. പക്ഷേ ശ്രീലകം സാറ് അത് ശാർദുല വിക്രീഡിതം വൃത്തത്തിലേക്കാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത്. ആ ശ്ലോകം ചൊല്ലാം. നഖനിയമിത കണ്ടൂൻ പാണ്ഡവസ്യന്തനാശ്വാനനുദിനമഭിഷിഞ്ചന്നഞ്ജലിസ്ഥൈ പയോഭി.
അവതു വിതതഗാത്രസ്തോത്ര നിസ്യൂതമൗലിർദശന വിധൃതരശ്മിർ ദേവകീ പുണ്യരാശി. പല്ലാൽ ജീനി കടിച്ചു വെച്ചു തലയിൽ ചമ്മട്ടി കെട്ടി സ്വയം മന്ദം കൈവിരലാൽ ചൊറിഞ്ഞു കുതിരയ്ക്കാനന്ദമേകീട്ടുടൻ കയ്യാൽ കോരിയ വെള്ളമക്കുതിരമേലേറ്റി കുളിപ്പിച്ചതാമെല്ലെ മുന്നിലണഞ്ഞ ദേവകിസുതൻ രക്ഷിച്ചിടും നമ്മളെ. ആ കുതിരയെ കുളിപ്പിക്കുന്ന രംഗം നന്നായിട്ട് നമുക്ക് മനസ്സിലാവാൻ പാകത്തിന് നല്ല ഭംഗിയായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുകയാണ്. സാധാരണ ഒരു വണ്ടിക്കാരൻ, ഒരു കാളവണ്ടി ആയാലും കുതിരവണ്ടി ആയാലും ആ വണ്ടി വലിക്കുന്ന ആ മിണ്ടാപ്രാണികളെ ഒന്ന് കുളിപ്പിക്കുന്നത് നമ്മുടെ ഏത് വണ്ടിക്കാരനായാലും ഇപ്പം കാണില്ല ആ കാളവണ്ടിയൊന്നും. എന്നാലും പണ്ട് നമ്മൾ കാണാറുണ്ട് കാളയെ കുളിപ്പിക്കുന്നത് തോട്ടിലും പുഴയിലും ഒക്കെ അല്ലേ. അതുപോലെ ഒരു ചിത്രമാണ് ഇത്. കുതിരയാണ് എന്ന് മാത്രമേ ഉള്ളൂ. കുളിപ്പിക്കുന്നത് ആരാ? ഭഗവാന്റെ അവതാരമായ ശ്രീകൃഷ്ണനാണ്. നമുക്ക് നിത്യം അനുഭവമുള്ളതാണ്. പണ്ടൊക്കെ എപ്പോഴും കാണാറുള്ള ഒരു ചിത്രമാണിത്. ഇതൊരു കുതിരക്കാരൻ നമ്മുടെ കൃഷ്ണനാണ്. ആ ഒരു ചിത്രമാണിതിൽ. ഇത് മാറു വിരിഞ്ഞിങ്ങനെ തടിച്ച് നീണ്ട ഒരു തേരാളി അതാ നിൽക്കണു. രണ്ടാം മുണ്ട് തോളത്ത്, രണ്ടാം മുണ്ട് എന്ന് വെച്ചാൽ നേരിയത് അതൊക്കെ ഉണ്ടാവും. അതെടുത്ത് തലയിൽ വട്ടം കെട്ടിയിട്ടുണ്ട്. പിന്നെ തലക്കെട്ടിൽ ചമ്മട്ടി അങ്ങനെ തിരുകി ആ തലക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് ആ ചമ്മട്ടിയുടെ കട എന്ന് വെച്ചാൽ ആ ചാട്ടവാറുണ്ടല്ലോ അതിൻ്റെ കട തിരുകി. എന്നിട്ട് ആ വളഞ്ഞ് കിടക്കണുണ്ട് ചരട്, അതുമേലൊരു ചരട് ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ ഈ കുതിരകളെ ഇങ്ങനെ തെളിക്കണത്. അതിൻ്റെ ചരട് അങ്ങനെ നീണ്ട് വളഞ്ഞ് അങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. പിന്നെ കുതിരകളെ അങ്ങനെ കൈകൊണ്ട് ചൊറിഞ്ഞ് പതുക്കെ പതുക്കെ ഇങ്ങനെ നദിയുടെ തീരത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കുതിരകളെ അനുനയിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് കുളിപ്പിക്കാൻ. അവിടെ എത്തിയതിൻ്റെ ശേഷം ഈ കുതിരയുടെ ജീനി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അഴിച്ച് താഴെ വെച്ചു. എന്നിട്ട് കടിഞ്ഞാണിൻ്റെ ഒരറ്റം ആ കുതിരയ്ക്ക് കടിഞ്ഞാണുണ്ടാവുമല്ലോ, നമ്മൾ പശുക്കൾക്കൊക്കെ മൂക്കുകയറിടാറില്ലേ, അതുപോലെ കടിഞ്ഞാണ് കുതിരയ്ക്കും ഉണ്ടാവും. അത് വല്ലാണ്ട് അങ്ങോട്ട് ഓടാതിരിക്കാൻ. അപ്പോൾ ആ കടിഞ്ഞാണിൻ്റെ ഒരറ്റം കുതിരയുടെ മുഖത്തുണ്ടാവും. അതുപോലെ മറ്റേ അറ്റം കൃഷ്ണൻ എന്ത് ചെയ്തിരിക്കുന്നു? പല്ലും കൊണ്ട് കടിച്ചു പിടിച്ചിട്ട് രണ്ട് കൈ കൊണ്ടും വെള്ളം കോരി ഒഴിക്കണം കുതിരകളുടെ മേത്തേക്ക്. അപ്പോൾ ഈ രണ്ട് കൈയും ഉപയോഗിക്കണമെങ്കിൽ കടിഞ്ഞാണിൻ്റെ ഒരറ്റം പിടിക്കാതെ പറ്റില്ല. ഒരറ്റം പിടിക്കണമെങ്കിൽ രണ്ട് കൈയും വേണം താനും. അപ്പോൾ കടിച്ചു പിടിച്ചു. ആ കടിഞ്ഞാണിൻ്റെ ഒരറ്റം പല്ലും കൊണ്ട് കടിച്ചു പിടിച്ച് രണ്ട് കൈ കൊണ്ട് നദിയിലെ ജലം കുതിരയുടെ മേലേക്ക് അങ്ങനെ തെറിപ്പിച്ചിട്ട് അവയെ കുളിപ്പിച്ച് വൃത്തിയാക്കുന്ന ദേവകീനന്ദനൻ, ദേവകിയുടെ സുഹൃതപരിവാഹമായ ആ പുത്രൻ, ഈ പാർത്ഥസാരഥി നമ്മെ രക്ഷിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. എന്തൊരു മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് അല്ലേ. നമ്മളതൊന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീകൃഷ്ണൻ പുഴയിലിറങ്ങി കുതിരകളെ കുളിപ്പിക്കുന്ന ചിത്രം. അടുത്ത ശ്ലോകവും മാലിന്യ വൃത്തത്തിലാണ്. വ്രജയുവതി സഹായേ യൗവനോല്ലാസികായേ സകല ശുഭവിലാസേ കുന്ദമന്ദാരഹാസേ നിവസതു മമ ചിത്തം തത്പദായത്തവൃത്തം മുനിസരസിജഭാനൗ നന്ദഗോപാലസൂനൗ. വ്രജവധുപതി കണ്ണൻ മുഗ്ധസൗന്ദര്യധാമം സകല ശുഭനിധാനം മന്ദഹാസം മനോജ്ഞം മുനിജനപരിസേവ്യൻ നന്ദഗോപാലപുത്രൻ വിലസുക മമ ചിത്തേ ആപ്തമോദത്തിലെന്നും.
ഇവിടെ യൗവനം ഗോപസ്ത്രീകളുടെ സുഹൃത്താണ്, ഗോപസ്ത്രീകളുമായിട്ടുള്ള സുഹൃത്താണ്. പിന്നെ യൗവനം തുളുമ്പുന്ന ശരീരമാണ്, നല്ല യൗവനം തികഞ്ഞ ഒരു രൂപമാണ്. മംഗളഭംഗികളുടെയൊക്കെ നിറവും തികവും ആണ് ഭഗവാന്റെ ആ രൂപം എന്നാണ് പറയണത്. പിന്നെ മുല്ലപ്പൂ പോലെ മന്ദാരപ്പൂ പോലെ ഒക്കെ ഉള്ള നറും പുഞ്ചിരി, അതിൻ്റെ ആ നൈർമല്യം ഉണ്ടല്ലോ, മുല്ലപ്പൂവിൻ്റെയും മന്ദാരപ്പൂവിൻ്റെയൊക്കെ ഒരു നൈർമല്യമുണ്ട്, അതുപോലെയുള്ള പുഞ്ചിരിയാണ് എന്നാണ് പറയണത്. അതുപോലെ മഹർഷിമാർ ഇങ്ങനെ മനസ്സിൽ ഏതു നേരവും ധ്യാനിക്കുന്നുണ്ട്. അപ്പോൾ ആ മഹർഷിമാരുടെ മനസ്സാകുന്ന താമരപ്പൂക്കളെ വികസിപ്പിക്കുന്ന സൂര്യൻ ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ അങ്ങനെയൊക്കെയുള്ള ആ നന്ദഗോപനന്ദനിൽ എൻ്റെ മനസ്സ് ആ തൃക്കാലിന്മേൽ ചുറ്റിപ്പറ്റി ഉറച്ചു നിൽക്കണേ എന്നാണ് വില്വമംഗലം ഈ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ആ നന്ദഗോപൻ്റെ പുത്രൻ്റെ തൃക്കാലിന്മേൽ ചുറ്റിപ്പറ്റി വേറെ എങ്ങോട്ടും പോവാൻ എൻ്റെ മനസ്സിന് തോന്നിക്കരുതേ, എൻ്റെ മനസ്സ് ആ തൃക്കാലിന്മേൽ തന്നെ ചുറ്റിപ്പറ്റി ഉറച്ചു നിൽക്കണമേ എന്നാണ് ഇതിൽ പ്രാർത്ഥിക്കുന്നത്. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത തവണ നോക്കാം. ഇപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.